എന്തുകൊണ്ട് എൻ്റെ മുറിവ് ഉണങ്ങുന്നില്ല? എന്തുകൊണ്ട് എൻ്റെ മുറിവ് ഉണങ്ങുന്നില്ല? ഇറ്റ്സ് ക്വയറ്റ് സിമ്പിൾ. എന്തുകൊണ്ട് ഉണങ്ങുന്നില്ല? നിങ്ങളുടെ മുറിവുകളിലുള്ള ബാക്ടീരിയയ്ക്കും ഫംഗസിനും ബാക്കി സൂക്ഷ്മജീവികൾക്കും നിങ്ങൾക്ക് പഞ്ചസാരയോടുള്ള ഇഷ്ടം പോലെ തന്നെ അവർക്കും പഞ്ചസാരയോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളുടെ മുറിവിൽ, നിങ്ങളുടെ ബ്ലഡിൽ പഞ്ചസാരയുടെ അളവ് കൂടുമ്പോൾ ആ രോഗാണുക്കളും കൂടും. അപ്പോൾ അവരിങ്ങനെ കഴിച്ച് ഭക്ഷിച്ച് ചീർത്ത് നിങ്ങളുടെ മുറിവ് ഉണങ്ങാതിരിക്കും. അപ്പോൾ അത് ഉണങ്ങണമെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഷുഗേഴ്സ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഷുഗേഴ്സ് കുറയ്ക്കാൻ ഇൻസുലിനോ ടാബ്ലറ്റോ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചെടുക്കുക. ഇൻസുലിൻ ഒരിക്കലും ഔട്ട്സൈഡ് ഫ്രിഡ്ജ് സൂക്ഷിക്കാൻ പാടില്ല. ഫ്രിഡ്ജിനകത്താണ് സൂക്ഷിക്കേണ്ടത്. അതെല്ലാം കൃത്യമായി ഡോക്ടേഴ്സ് പറഞ്ഞു തരും. അത് കേട്ട് ഇൻസുലിൻ പുറത്ത് സൂക്ഷിക്കേണ്ടതും അകത്ത് സൂക്ഷിക്കേണ്ടതുമായിട്ടുള്ള ഇൻസുലിൻസ് ഉണ്ട്. അതിൻ്റെ ഡിഫറൻസ് വെച്ചാൽ സെക്കൻഡ്, നമുക്കൊരു മുറിവ് വരുമ്പോൾ നമ്മൾ വീട്ടിനകത്ത് ചടഞ്ഞു കൂടിയിരിക്കും. അപ്പോൾ നമുക്ക് എക്സസൈസ് ഇല്ല. അപ്പം എക്സസൈസ് ഇരുന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനോട് ചോദിക്കുക. മൂന്നാമത്തെ കാര്യം ഡയറ്റ്. കാർബോഹൈഡ്രേറ്റ്സ്, ചോറ് മാത്രമാണ് നമ്മുടെ ഭക്ഷണം. അപ്പം അത് ഒരു ഡയറ്റീഷ്യനെ കണ്ട് ഒരു ഡയബറ്റിക് ഡയറ്റ് എഴുതി വാങ്ങിക്കാം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മനസമാധാനം, നല്ല ഉറക്കം. ഇതൊക്കെ കൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഷുഗേഴ്സ് നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനൊപ്പം മുറിവ് ഉണക്കാനും പറ്റും. പിന്നെ നിങ്ങൾ വീടുകളിൽ ഫോളോ ചെയ്യുന്ന ഡ്രസ്സിങ് രീതികൾ. മുറിവ് നമ്മളെപ്പോഴും സ്റ്റെറൈലായിട്ട് ഡ്രസ്സ് ചെയ്യണം. അണുവിമുക്തമായ സാധനങ്ങൾ കൊണ്ട് വേണം ഡ്രസ്സ് ചെയ്യാൻ. നിങ്ങളുടെ ഗ്ലൗസ് ഇല്ലാത്ത കൈ കൊണ്ട് മുറിവ് ഡ്രസ്സ് ചെയ്യാമോ? പാടില്ല. നിങ്ങൾ ഗ്ലൗസ് ഉപയോഗിക്കണം. വീട്ടിലും നമുക്ക് സ്റ്റെറൈൽ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സ്റ്റെറൈലായിട്ട് നമുക്ക് വീട്ടിലും ഡ്രസ്സിങ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാനൊരു അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ഈ വൂണ്ടുകൾ, ശയ്യാവ്രണം, കിടക്കയിൽ കിടന്നൊരു മുറിവുണ്ടായി, ആ മുറിവ് പിന്നെ വേറെ ഏതോ ഓർഗാനിസം കൊണ്ട് വേറെ ഏതോ ജീവിയാണ് അത് കടന്നു കയറിയിട്ട് അതിനെ കുറച്ച് അണുക്കൾ നിറയുന്നതാക്കും. ആ ശയ്യാവ്രണത്തിന് പോലും നമ്മൾ ഒരു സ്റ്റെറൈലായിട്ട് അണുവിമുക്തമായ രീതിയിലുള്ള ഒരു ഡ്രസ്സിങ് രീതി കൊടുക്കേണ്ടതുണ്ട്. വീട്ടിനകത്ത് നമുക്കതെങ്ങനെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ മുറിവുകൾക്കും അണുവിമുക്തമായ രീതിയിലുള്ള ഡ്രസ്സിങ് ആവശ്യമാണോ ആവശ്യമില്ലയോ നമുക്കത് ഡിസ്കസ് ചെയ്യാം. പിന്നെ മുറിവിനകത്ത് പഴുപ്പുണ്ടെങ്കിൽ ആ പഴുപ്പെടുത്ത് പരിശോധനയ്ക്ക് അയച്ച ശേഷം മാത്രം ആൻറ്റിബയോട്ടിക് തുടങ്ങണോ, അതും നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ആദ്യമേ ശ്രദ്ധിക്കേണ്ടത് ഫംഗസിനും ബാക്ടീരിയകളുടെയും ഇഷ്ടഭക്ഷണം പഞ്ചസാരയാണ്. സോ ബൈ ബൈ.